ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹായ്. അപ്പോൾ ഇന്ന് ഒരു ഹർത്താൽ ദിവസമാണ്. ഇന്ന് നമുക്ക് പ്രൈവറ്റ് ബസ്സുകളൊന്നും ഇല്ല ഗൈസ്. എന്നാലും ഓഫീസിൽ പോകണമല്ലോ. സ്കൂൾ ബാഗുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് വണ്ടി പോകാൻ വിചാരിച്ചിട്ടു. അപ്പോൾ ഇത് ചെറിയ വ്ളോഗ്. അപ്പോൾ ഞാൻ ഓഫീസിൽ എത്തി. ഇനി ഓഫീസിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 5 മണിയുടെ ബിസി ആയിരിക്കും. 5 മണി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ ഇറങ്ങി ഗൈസ്. എനിക്ക് ഒട്ടും വയ്യ, ഭയങ്കര തുമ്മലും ജലദോഷം. വീട്ടിലുള്ള ഒരു ഐറ്റം തുമ്പലും കൊണ്ട് വന്നതാണ് പ്രശ്നമായത്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നുള്ള കഴിഞ്ഞത്. പിന്നെ അതും കൂടെ കൊണ്ടുപോയി റെഡിയാക്കി കേട്ടോ. ഞാൻ സ്മാർട്ട് ബസാറിൽ വന്നേക്കാണ്. ധ്യാനൂസിനെ കൊണ്ടുവരാ സ്മാർട്ട് ബസാറിൽ വന്നേക്ക് കഴിഞ്ഞ് സ്കൂളിൽ ഇരിക്കുകയാണ്. ഇനി പോകുന്ന വഴിക്കാണ് അതിനെ വിളിക്കാൻ. ഒട്ടും വയ്യായിരുന്നു, എന്നാലും സാധനം വാങ്ങിക്കാനായിട്ട് പോകണമല്ലോ. അതുകൊണ്ട് എന്തായാലും ഇന്നങ്ങതും കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പം ഇത്തവണ നമ്മൾ കൊല്ലം സ്റ്റോറിലല്ല സ്മാർട്ട് ബസാറിലാണ് പോയത്. അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്കും കൂടെ ആയിട്ട് പോയിട്ട് ഊപ്പാടായി കേട്ടോ. ഫുള്ള് വിയർത്തൊലിച്ചിരിക്കുകയാണ്. ഞാൻ തിരിച്ച് പോവാണ് സാധനമൊക്കെ വാങ്ങി. വയ്യ ഗൈസ്, വയ്യ. നാളെ മിക്കാലും ഹർത്താലായിട്ട് എനിക്ക് മിക്കവാറും ഞാൻ കിടപ്പാവും. വാങ്ങി സാധനങ്ങളൊക്കെ കൊണ്ട് വച്ച് പിന്നെ അടുത്തൊക്കെ വയ്ക്കാം. ഇത് സ്വന്തം മോന്തായിട്ട് നോക്കുമ്പോൾ വല്ലതും തോന്നുന്നുണ്ടോ അതിനെ? ഞാനപ്പോൾ വന്നപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ വേറൊരാൾ കേട്ടോ. രാവിലെ പോയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. മനുഷ്യൻ എന്താണെന്ന് ഇങ്ങനെ നടന്നൂടെ? എനിക്കിഷ്ടമല്ല ഗൈസ് താടിയും വളർത്തി നടക്കണം. എനിക്കിങ്ങനെ നടക്കാൻ ഇഷ്ടം. അപ്പോൾ അതാ ഒരുത്തോളം തിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ മുപ്പ് ചീറ്റി ഇരിക്കുകയാണ് ഗൈസ്. വയ്യ ഗൈസ്, വയ്യ. ഞാൻ ചായ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ്. ട്യൂഷന് പോയി, അതുകൊണ്ട് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. അപ്പം ചായ കുടി കഴിഞ്ഞു. ഞാനൊരു 4:30 മണി വരെ ഒന്ന് റെസ്റ്റ് എടുക്കാം ഗേസ്. ആയപ്പം ഒന്ന് ഇറങ്ങി എനിക്ക് 6 മണിയാവും. അപ്പം നമ്മൾ 2 സൈഡിൽ കിടന്നുറങ്ങുക ഗേസ്. കൂട്ടി കയറി കൂട്ടില്ലേ അതിൻ്റെ സേവനം അവിടെന്തിനും പണിപ്പിക്കണ കൂട്ടി കയറാ ഇല്ലേ? കൂട്ടിക്കയറാൻ ഇല്ലേ? കൂട്ടിക്കയറാൻ കയറി കൂട്ടില്ലേ? ഇന്നെ വെളി തുറന്നു വിടാനില്ല. തുറന്നുള്ള സേവനം മതി. ഇതെവിടെ? തുടങ്ങി ഭ്രാന്ത്. കണ്ണിനോട് ചൊല്ലി ഇങ്ങനെ കിടന്നുറങ്ങിയല്ലോ. ഇനി ഒരു ചെല്ലെടുത്തരാം. ഗൈസ് ഇപ്പം അടിക്കിട്ട് ഗൈസ്. ലീവിൽ അവിടെ പോയി ശുശിച്ച് ഇപ്പം കിട്ടും. അവിടെ പോയി അവളെ നോക്കി നിൽക്കാൻ പോയി ശുശിച്ച്. ഇത്ര പേടിയുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ശുശിക്കുന്നത്? എന്നെ തള്ളല്ലമ്മ. ഒളിച്ചിരിക്കുന്നു. ഇത്ര പേടിയാണ് അവന്. എന്നാലും അവൻ എന്നെ അടിക്കരുത് പ്ലീസ്. ചെറിയ അടി കൊടു, അല്ലെങ്കിൽ അവൻ വീണ്ടും എടുക്കുവാടാ. എനിക്കൊന്നും ഒന്നുമല്ലടാ. അടി കിട്ടിയ സന്തോഷത്തിൽ പോയി പേളവി. അടി കിട്ടിയ സന്തോഷത്തോടെ പോയാലോ അങ്ങെത്തി. ആണ് പേളവി. ഓഹാ പട്ടിക്ക് പേളവി. ആ കമ്പളത്ത് ഇത് സീതുവിൻ്റെ അച്ഛൻ വന്ന കാരണം ഗൾഫിൽ നിന്ന് ഒരു പൊതി കൊണ്ടുവന്നു ഗേസ്. അപ്പം ലിയോ അത് കണ്ടില്ല.
മുട്ടായി കാണിച്ചിട്ടുണ്ട്. മുട്ടായി ഗൾഫ് മുട്ടായി ഇങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ട് തന്നേ പറ്റുള്ളൂ. അല്ല അവിടെ ഗൾഫിലുള്ള എല്ലാം നാട്ടി ഒന്നും ഇരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അല്ല ചെക്കുപ്പണി തിന്നാൻ പറ്റുന്ന വീന്തപ്പണം. പക്ഷെ തിന്നോ അടങ്ങിയടാ. ഈന്തപ്പഴം തിന്നിക്കും. ഈന്തപ്പഴത്തിന് തിന്നു. ചക്ക തിന്നു പോയി. ഇപ്പോൾ ചക്ക തിന്നു. ഇപ്പോൾ പ്ലാവിൻ്റെ മൂട്ടി ഇഷ്ടം പോയി ചക്ക അടപ്പം. മതി പോ അത്രേ ഉള്ളൂ. കൂട്ടി കയറാ. ചക്ക അടപ്പം പ്ലാവിൻ്റെ മൂട്ടി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കുറേ ചക്ക നിൽക്കപ്പാ. ചക്ക എന്നാ പോയി ചക്ക മൂന്നാമത്തെ സാധനം കാര്യമില്ല. ഇരുന്നിട്ട് പറയുമായിരുന്നു. എന്റെ ബാക്കിൽ തിന്നാണ് പ്രമാണിച്ച് ലിയോന് ഞാനിപ്പോൾ കൂട്ടിലാണ് നിക്ഷേപിക്കുന്നത്. കൂട്ടി പോ. നീ ഇനി മുതൽ കൂട്ടിക്കിടന്നാൽ മതി. ഞാൻ ഇച്ചിരി നേരത്തേക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടി ലിയോന് തുറന്നു വിടും. പോണ പോക്ക് കണ്ടോ. എന്നാ അവൻ പഠിക്കുമോ അവല്. ഞാൻ ഇങ്ങനെ അവൻ ഇത്രയും വിഷമകരമായി പോവുകയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നാൾ ഒരു ദിവസത്തേക്കൊന്ന് തുറന്നു വിട്ടുപോയി. ഒരു ദിവസത്തേക്ക് തുറന്നു വിട്ടപ്പം ഞാൻ മേടിച്ച ചക്ക തിന്നൂലെന്ന്. അപ്പം അവൻ ആരാ പോയി അവിടെ കിടന്നേ കിടന്ന് ഒളിച്ചു നോക്കണ്. ഈ പോണ പോക്ക് വേണ്ട കൂട്ടി കയറാൻ വയ്യതുള്ള. എന്നാ അവൻ ഞാൻ ഈ ഞായറാഴ്ചയാണോ അതല്ലേ നമ്മൾ തുറന്നു വിട്ടാ? ശനിയാഴ്ചയാണോ? ഞായറാഴ്ച നമ്മൾ വെച്ച് അല്ല ശനിയാഴ്ച വൈകുന്നേരം തുറന്നു വിട്ടു. നമ്മൾ വെച്ച് ചക്ക തിന്നൂല. ഇത്ര ദിവസം കൂട്ടിയിട്ടിരുന്നതല്ലേ. അപ്പോൾ അവൻ മിക്കവാറും ചക്ക തിന്നൂല. പാവല്ലേ തുറന്നു വിടാമെന്ന് വിചാരിച്ച് അവൻ എന്ത് കാണിച്ചെന്നറിയാം. മുഖേഷ് എവിടെ കാണാനില്ല. അവൻ ആ ചക്ക മൊത്തം തിന്നിട്ട് രാവിലെ ആയപ്പം മൊത്തം അപ്പിയിട്ട് വെച്ച്. അതുകൊണ്ട് വീണ്ടും അവനെ കൂട്ടി തന്നെ ആക്കി. ഗൈസ് പോട്ടെ, ഇവിടെ കിടക്കട്ടെ. വൈകുന്നേരം ഇച്ചിരി തുറന്നു വിടും. വൈകുന്നേരം ഇച്ചിരി തുറന്നു വിട്ട് രാവിലെ തുറന്നു വിടും. ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടും. ശുശുവൊക്കെ വെപ്പിച്ച് കയറ്റും. ഇനി ചക്ക സീസൺ കഴിയാൻ ഞാൻ തുറന്നു വിടില്ല. 1-2 സ്ഥലത്തല്ല, 5-6 സ്ഥലത്ത്. അയ്യോ ഞാനൊരു ട്യൂഷന് വിളിക്കാനുള്ള സമയം. ഞാൻ ഇവിടെ തൂത്തുണ്ട്. ചവറില്ല, എന്നാലും തൂത്തുകൊണ്ട് ചവറില്ല. എന്നാലും ഉള്ളത് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയാന്ന് വിചാരിച്ച് ഇരുന്ന് എല്ലായിടത്തും കളഞ്ഞ് ചേർന്നിട്ട് ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അതിലിരുന്ന് കുറച്ച് 10 മണികൾ തന്നെ പറക്കി ഇതിലോട്ട് വെച്ച് ഇനി അതേ ഇവിടെ വായുള്ളതാണ്. ബാക്കി ഇതിൻ്റെ തെറ്റിയെ കരിഞ്ഞു പോയിട്ട് പുതിയ കിളിപ്പ് വരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞില്ല. എല്ലാ തെറ്റിയിലും പുതിയ കിളിപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല. ഇതിലൊക്കെ നിൽക്കുന്ന 10 മണിക്കൊക്കെ ഇച്ചിരി വെള്ളം കൊടുക്കാം. ചെടികളെല്ലാം പോയി ഗൈസ്. ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം. ഭയങ്കര വെയിലില്ല. അപ്പം അമ്മ കുറച്ച് തുളസി ഇവിടെ ചട്ടിയിലൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ അതിൻ്റെ തെറ്റി 2-3 മൂട് തെറ്റി ഉണ്ടായിരുന്നു. അത് വെയിലായാണ് അതും കരിഞ്ഞു പോയി. അപ്പം അതിനെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചെടുത്ത് കളയാതെ കൊണ്ട് നോക്കിയപ്പോൾ അതിൽ കിളിപ്പ് വരുന്നത് കേട്ടോ. പുല്ലൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞിട്ടിരുന്നതാണ്. അപ്പം അത് കിളിപ്പ് വരുന്നു. ഇതൊക്കെ ഇപ്പോൾ തള്ളത്ത് വെച്ചിരുന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഞാൻ വെള്ളം ഒഴിച്ചില്ല. പക്ഷേ വെയിലും മഴയും കൂടായപ്പോൾ നല്ല രീതിയിൽ വന്നു. റംബൂട്ടാൻ തവണ ഒന്നുമില്ല ഗൈസ്. ഇത് രണ്ടും മഴ പെയ്തപ്പോൾ നല്ല പുഷ്ടി ഒഴുകി വന്നു. അപ്പോൾ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് 10 മണി പൂക്കുന്നുണ്ടെന്ന് ഞായറാഴ്ചയല്ലേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാതും 10 മണിയാക്കിയിട്ടുണ്ട്. മാമീര 10 മണി എനിക്കിവിടെ വാഴുള്ളൂന്നുള്ളത് മനസ്സിലായി. ഇനി മാമി വരുമ്പോൾ കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറയാം. എല്ലാ ചട്ടിയും 10 മണിയാക്കാം. 10 മണിയാകുമ്പം ഈ നമുക്ക് കിട്ടുന്ന ഈ വെയിലിനെ കൂടുതലായിരുന്നു. ഇപ്പം എന്തായാലും അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 10 മണിയാക്കാം എല്ലാത്തിനും. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് എനിക്ക് രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്ക് രക്തം ഉണ്ടാവാൻ പൊമഗ്രനേറ്റ് വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും ഗൈസ്. ഞാൻ ഇന്നൊരു പൊമഗ്രനേറ്റ് ജ്യൂസ് വാങ്ങിച്ചു. അയ്യോ നോ ആഡഡ് ഷുഗറാ. അയ്യോ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അയ്യോ അത് ഞാൻ കണ്ടിട്ടാ. ഇത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. ഒറിജിനൽ പൊമഗ്രനേറ്റാണ്. അതൊക്കെ കുടിച്ചു നോക്കുമ്പോൾ അറിയാം. ഇതിൽ നോ ആഡഡ് ഷുഗർ ഞാൻ കണ്ടില്ല. ഇത് നോക്കിയായിരുന്നു ഇതിനകത്ത്. ഇതിൽ ഷുഗർ ഉണ്ടായിരുന്നല്ലേ. ടോട്ടൽ ഷുഗർ കാണിച്ചിട്ടുണ്ട്. ആഡഡ് ഷുഗർ ഇല്ല കേട്ടോ. അപ്പം ഇതിനകത്തുള്ള മധുരമേ ഉള്ളൂ. നോക്കട്ടെ.
പൊമഗ്രേൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അല്ലേ? ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ്. ചുമ്മാ വാങ്ങിക്കേണ്ടത്. എത്തുണ്ടാവും, കുടിച്ചോ. എത്തുണ്ടാവും, താടിയൊക്കെ പോയതല്ലേ. ഇനി വളരട്ടെ പെട്ടെന്ന്, രക്തമൊക്കെ ഉണ്ടായി വളരട്ടെ. കൊള്ളാമോ? പക്ഷെ എനിക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ. ഗൈസ് ഇത് കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. പൊമഗ്രേനേറ്റ് ജ്യൂസ്. പക്ഷേ എനിക്കിങ്ങനെ ഒറിജിനൽ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കളറൊക്കെ രക്തത്തിൻ്റെ കളറൊക്കെ ഉണ്ട് കേട്ടോ. നോ ആഡഡ് ഷുഗർ കാണിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മധുരമുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ധ്യാനൂസിനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ സമയമായി വരുമ്പോൾ വിളിയും കേട്ടോ. കൊണ്ടുവരും അവരെ. സ്കൂളിലൂടെ പോയി ഇങ്ങനെ വിളിച്ചാൽ മതി. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വരും കോൾ. എന്തായാലും നാളെ ഒരു ഭാരത് ബന്ദ് കിട്ടി, നന്നായി. ജലദോഷം പിടിച്ച് വീട്ടിൽ കിടക്കാമല്ലോ. ജോലിക്ക് അവിടെ ഇരുന്ന് വലിച്ചിരിക്കുകയാണ്. സ്വോത്രം അല്ലട്ടെ, ഇവിടെ നിന്ന് അവിടെ ഇറങ്ങി നിന്നാൽ മതി, എപ്പോഴും വരും. ഞാൻ വന്നപ്പോഴത്തേക്ക് വേറെ വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. ഇവർ പകുതി വഴി വെച്ചാൽ എന്നെ വിളിച്ചത്. അല്ലേടാ, എൻ്റെ കുട്ടിപ്പാച്ച് യൂട്യൂബർ ആര്യ നിഷാദിനോടൊപ്പം ധ്യാൻ നിഷാദ്. കൊതുവിനടിച്ചു പോകുന്നു ധ്യാൻ നിഷാദ്. നാളെ അവധി എന്ന് പറഞ്ഞാ ഇല്ലേ? അവധി ഇല്ലേ? അയ്യോ, പിന്നെ സ്കൂളിലായിരിക്കും, സമയാമി ക്ലാസ് ആണ്. ധ്യാനും അങ്ങ് വീട്ടിൽ കയറി പോകും. അവിടെ കൂട്ടത്തിട്ട് സംസാരിച്ചിട്ടൊക്കെ പോകുന്ന കൈസ്. എന്ന് വൈകുന്നേരം നമ്മൾ കുറച്ച് നേരം സംസാരിക്കും. ഇവരെ ക്ലാസ് വൈകുന്നേരമൊക്കെ പോയി തുടങ്ങിയപ്പോൾ എന്നും കുട്ടത്തേനെ കുറച്ച് നേരം കണ്ട് സംസാരിക്കാൻ പറ്റില്ല. ആരും കുട്ടത്തേനെ കാണാറില്ല. രാവിലെ കുറച്ച് നേരം, അല്ലെങ്കിൽ രാത്രി 9:10 സമയത്ത് ആ സൈഡ് കഥവ് ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണും ചിലപ്പം. അപ്പം നിന്ന് 1 മണിക്കൂർ സംസാരിക്കും. ഇപ്പം പിന്നെ ഇന്ന് വൈകുന്നേരം പറഞ്ഞുകൊണ്ട് സിറ്റോട്ട് തന്നെ കുട്ടത്തേന് കാണും. അവിടെ ഇരുന്ന് സംസാരിച്ച് നാട്ടുവർത്താനങ്ങളും ഈ ഏരിയയിലുള്ള ഏകദേശം എല്ലാ കഥകളും ഞാൻ അപ്പോഴാണ് അറിയുന്നത്. നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഡോക്ടറില്ല. PRS ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. എൻ്റെ വേരിക്കോസ് കാണിക്കാനായിട്ട് പോകണം ഗൈസ്. വൾഗറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പോണേ. 15-ാം തീയതി ഉള്ളൂ ഡോക്ടർ. നാളെ എഴുതിയൊക്കെ വെച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഡോക്ടറില്ല. പട്ടി അറിയാലോ, മൂട്ടുന്ന് കടി തരും. നാളെ ധ്യാനൂസ് ഗമയിൽ ഓടി ഗൈസ്. ഓടിയപ്പോൾ പട്ടി കടിക്കാൻ വന്ന്. സംസാരം കുറവായിരിക്കും ഗൈസ്. അപ്പോൾ അവിടെ നിൽക്കും. മാമ സംസാരിക്കാൻ വേണ്ടി വേക്കൻസി ഫില്ലായിരിക്കുന്നു. ഞാൻ പോകുമ്പോൾ അയ്യോ ഞാൻ ഈ സമയം വരെ അപ്പുറത്തുനിന്ന് സംസാരിച്ചോട്ടത് ഗൈസ്. ഇപ്പോഴാണ് വീട്ടിൽ കയറിയത്. അടുത്ത് ഞാൻ വരാൻ കാത്തിരുന്നപ്പോഴും ടി വിക്കകത്ത് കയറിയിരിക്കുകയാണ്. എല്ലാം തൊലിച്ചടിച്ച് കിടക്കും. സാധനം പർച്ചേസ് ചെയ്ത് കണ്ടാലോ, ഇത്ര സാധനമേ ഉള്ളൂ. പക്ഷേ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സാധനം ഒന്നും വാങ്ങിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ല. 2800 സംതിങ് രൂപയായി. അതെനിക്കൊരു പണിയും കിട്ടി. ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിക്കാൻ നമ്മൾ പോയിട്ട് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിന്നാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ലിമിറ്റ് 1000 രൂപ ഉണ്ടാക്കി. അതിന് മാറ്റാനൊന്നും വേണ്ടി നിന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് അല്ലാതെ ക്യാഷ് കൊടുത്ത് ഗൈസ്. അപ്പോൾ എൻ്റെ പൈസ പോയി. ഇത് അവിടുത്തെ ഒരു പ്രത്യേകിച്ച് ഇതൊക്കെ നമുക്ക് പഞ്ചസാര ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ലൂസായിട്ട് ഉഴുന്ന്, പഞ്ചസാര, കടല, പയർ ഇതൊക്കെ നമുക്ക് ലൂസായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അത് നോർമൽ പാക്ക് ചെയ്തതിനേക്കാളും റേറ്റ് കുറച്ച് കുറവാണ്. അത്ര വ്യത്യാസം. പിന്നെ നമ്മൾ ഈ സാധനം ഇപ്പോൾ ഒട്ടും എടുക്കാൻ വയ്യാത്ത സാധനമാണ് വെളിച്ചെണ്ണ. മില്ലിന്ന് വാങ്ങിച്ചാലും 300 സംതിങ് തന്നെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 375 അത്രയും കണ്ടാണ് വില ഇട്ടേക്കുന്നത്. ഇപ്പോൾ 430 ഇട്ടേക്കുന്ന വില. പക്ഷേ 375 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വെളിയിൽ നിന്ന് വാങ്ങിക്കണം. പിന്നെ നമ്മുടെ പൊരിക്കാനായിട്ടൊക്കെ പപ്പടം പൊരിക്കാനും അങ്ങനെയുള്ള പൊരിപ്പിനൊക്കെ ഇതും കൂടെ വാങ്ങി. എന്തായാലും ചിലവ്. പിന്നെ നമ്മുടെ എപ്പിയും നൂഡിൽസ് എല്ലാ മാസവും നമുക്ക് ഉള്ളതാണ്. പിന്നെ സോയ ചങ്ക്സ്, അത് നമ്മുടെ അങ്ങനെ റവ, സ്ക്രബ്ബർ ഐറ്റംസ്, കടു ജീരകം. ഇത് നമുക്ക് 1500 പുറത്ത് സാധനം വയ്ക്കുന്നത് 9 രൂപയ്ക്ക് എനിക്ക് കിട്ടി ഗൈസ്. ഇതാണ് എൻ്റെ ഫേസ് വാഷ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 100 എത്ര രൂപയ്ക്കാണ് ഇപ്പം. പക്ഷേ 1500 2000 രൂപയ്ക്ക്. അതുകൊണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് 15 രൂപയ്ക്ക് 2 കിലോ സവാളയും വാങ്ങിക്കാം. ഇതിൻ്റെ റേറ്റ് 9 രൂപ. അങ്ങനെ ഞാൻ കുറേ ഐറ്റംസ് കാണിച്ചു തന്നെ, ഏത് വേണം സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ നോക്കുമ്പോൾ ഇത് കിടക്കുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഇതിങ്ങനെ എടുത്തു കേട്ടോ. അതില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഫേസ് വാഷ് വാങ്ങിയായിരുന്നു. കാരണം അതിൻ്റെ ഇത്ര റേറ്റ് ആയതുകൊണ്ട്. ഇത് തന്നെയാണ് 90 രൂപയാണ്. ഓഫറിൽ 65 അത്ര കിട്ടി. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ്, അതൊക്കെ ബൈ 1 get 1 ഫ്രീ ആണ് കേട്ടോ. അതൊക്കെ ഉപയോഗമുണ്ട്. സ്മാർട്ട് ബസാറിൽ അങ്ങനെ കുറച്ച് ഓഫറുള്ളോട്ട് കൊള്ളാം. പിന്നെ എവിറ്റ് തേയില,
മസാലകളെല്ലാം തീർന്നു. എൻ്റെ ബിരിയാണി മസാല വാങ്ങിക്കാറില്ല, പക്ഷേ ലാസ്റ്റ് ടൈം ഒന്ന് വാങ്ങി നോക്കി. രസം മസാല, ചിക്കൻ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങി. ഇത് ഗരം മസാല ഈ പൊടിച്ചു വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇത് പഞ്ചസാരയാണ്. പിന്നെ കടല, ഉഴുന്ന്, പയർ ഇത്യാദി വർഗ്ഗങ്ങൾ, പിന്നെ ഒരു ശർക്കരപ്പൊടി. ഇതൊക്കെ 42 രൂപയും കണ്ടേ ഉള്ളൂ. 60 സംതിങ് കണ്ടെയാണ് പുറത്ത് റേറ്റ്. പിന്നെ ഒരു തറ ഉടയ്ക്കണ ഐറ്റം. ഈ നെയ്യൊന്നും അടുക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ നെയ്യ് വാങ്ങിച്ചു. ഇതും ബൈ 1 ഗെറ്റ് 1 ആണ് കേട്ടോ. അതിനൊക്കെ റേറ്റ് കുറവാണ്, 25 രൂപ അത്രയൊക്കെ ഉള്ളൂ. ബിസ്ക്കറ്റ്, ഡാർക്ക് ഫാൻറ്റസിയുടെ ക്രീം ബിസ്ക്കറ്റൊക്കെ റേറ്റ് വരുന്നത് 100 അങ്ങനെയാണ്. 50 രൂപയാണ്, രണ്ടും കൂടെ 100 എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് അല്ലാതെ വാങ്ങിക്കുന്ന 100 ആവും. അവിടെ ബൈ 1 ഗെറ്റ് 1 ആയതുകൊണ്ട് 2 ഫ്ലേവറിൽ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അത് പിന്നെ ഇതാ ചോക്കോപ്പ, അതൊക്കെ പൊട്ടിച്ച് ഒരു സൈഡിൽ നിന്ന് പോയി കഴിച്ചു തുടങ്ങി. പിന്നെ ഈ ഒരു സാധനം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത്ര സാധനമേ വാങ്ങിച്ചുള്ളൂ, പക്ഷേ അന്യായ റേറ്റ് ഗൈസ്. പിന്നെ 2 ലോഷനും കൂടെ വാങ്ങിച്ച്. ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു മിക്സഡ് പിക്കിൾ വാങ്ങി കേട്ടോ. ക്യാരറ്റും എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, മാങ്ങ, ക്യാരറ്റ്, പയർ അങ്ങനെ കാണിച്ചേക്കും. നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ കൊള്ളാം കേട്ടോ. വിനാഗിരിയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽപ്പുണ്ട്. അപ്പം ആരോഗ്യത്തിന് നല്ലതല്ല, എന്നാലും കുറച്ച് ചോറോടെ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പർച്ചേസ്. നമ്മളെ KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ധ്യാനൂസ് അറിഞ്ഞില്ല. ധ്യാനൂസിന് വല്ല ഓർഡർ ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളവൻ്റെ പറഞ്ഞില്ല. അപ്പം നോക്കട്ടെ, അവൻ്റെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻ വന്നിരിക്കുകയാണ് ഗൈസ്. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം. കണ്ടോ, നല്ല സേഫ്റ്റി ഒക്കെയാണ് കേട്ടോ. ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് ദ സീഡ് ഈസ് ബ്രോക്കൺ. വെരി നൈസ്. ഈ സീഡ് ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യരുതെന്ന്. കാരണം ഈ കൊണ്ടുവരുന്നവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഹെവി നാളെ റെസ്റ്റ്. എനിക്ക് ഞാൻ മനസ്സിൽ കണ്ട മാനത്ത് കാണാം. ഞാനിന്ന് രാവിലെ പറഞ്ഞത് കേട്ടോ, അമ്മ KFC വാങ്ങിയില്ലമ്മ. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. ഇത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇവിടെ ചിലവർ മാത്രമാണ് ഓർഡർ ചെയ്തത്. സാധനങ്ങൾ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പോപ്കോണാണെന്ന് തോന്നുന്നു. പോപ്കോൺ 3 സൈസാണ്. ഇത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. അതും പോപ്കോൺ. ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെന്താ ഐറ്റം? കേക്കാ? അങ്ങനെ എന്താ ഐറ്റം കേട്ടോ. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കഴിച്ചു നോക്കുന്നത്. എന്ത് സാധനം ഇവിടെ? ബ്രൗണിയോ? എന്തോ ഐറ്റം കേട്ടോ. പിന്നെ 2 മയോണീസ്. ഇത് വിങ്സാണ്. വിങ്സ്. ഓ എന്താ വേണം. ഞാൻ നമ്മൾ KFC ആണ്. തണുത്ത് പോകുന്നത്, പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ KFC അവിടെ പോയി നല്ല ക്രിസ്പിനെസ് ആയിട്ട് കഴിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ KFC ആയതുകൊണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.